ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഈ വീട്ടിൽ പ്രശ്നമുണ്ട്. പ്രശ്നമെന്ന് വെച്ചാൽ എന്തോ കൊച്ചിനെ കടിക്കുന്നുണ്ട്, കൊച്ചിന് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബാക്കിലാണിങ്ങനെ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടിങ്ങനെ കിംസിലും അല്ലാതെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ഡോക്ടറിൻ്റെ അടുത്തും മോളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീക്സായിട്ട് ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കുക. രാത്രി മോൾ ഉറങ്ങുന്നില്ല. പാവമായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവൾ ഉറങ്ങുന്നില്ല, ഇവൾ എണീച്ച് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാക്സിമം നോക്കി സ്പ്രേ ഒക്കെ അടിച്ചു, അവൾക്ക് പിള്ളേരുടെ എണ്ണ ഇട്ട് നോക്കി, അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന വരെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ഡേയ്സ് ഒന്ന് മാറി നിന്ന് നോക്കാൻ പോവുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലേ എന്ന്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ലിയാൻ വല്ലതും സ്കൂളിൽ നിന്ന് വല്ലതും പനി വല്ലതും കൊണ്ടുവന്നതാണോ, ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം കരച്ചിൽ തുടങ്ങും. പോട്ടെ 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 പോട്ടെ. കൊച്ചിന് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ അതാ ഓൾറെഡി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് പുതിയതായിട്ട് പിന്നെ മൂക്കിൽ, കയ്യിൽ എല്ലായിടത്തും വരുന്നുണ്ട്. ഇതാ ഇവിടെ അല്ലാതെ കുറേ അലർജീസും കാര്യങ്ങളും വരുന്നുണ്ട്. കാലിലും എല്ലാം ഉണ്ട്. താഴെയാണെങ്കിൽ ഈ പ്രശ്നമില്ല, മേളിൽ വരുമ്പോഴാണ് ഇവിടെ ഇവർക്ക് എന്തൊക്കെ പറ്റുന്നത്. അപ്പം ഞാൻ കുറേ ഡിഫറെൻറ്റ് വേസ് ട്രൈ ചെയ്തു. പിന്നെ മോൾക്ക് ഇത് വേഴ്സ് ആവുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുക, ഇനി മാറിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത് മാറുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മോൾക്ക് ഇങ്ങനെ പോയാൽ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഡെങ്കു വല്ലതും വരും. അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാതെ പോയാൽ, കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ കുടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പോൾ പതൊക്കെ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളെ മാറി നിൽക്കാൻ പറ്റുമോ എന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വല്ലതും ഏതെങ്കിലും നല്ല സ്ഥലത്ത് വല്ലതും റെൻറ്റും കാര്യങ്ങളും നോക്കണം. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയി ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് ഏതെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാനും എൻ്റെ അപ്പൂപ്പനിൽ നിന്ന വീടാണ് ഇവിടെ, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. പക്ഷേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും ഇനി നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അതുമാത്രമല്ല, ഇപ്പോൾ ഗ്രോസറീസും കാര്യങ്ങളും, ഇപ്പോൾ ജോലിക്ക് നമ്മളിപ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയൊരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇനി ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം വന്ന് മേടിക്കണം. കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതിപ്പോൾ പോട്ടെ ഇതിപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മോളിങ്ങനെ കാണുന്നത് എനിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ കൊച്ച്. അപ്പോൾ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വീട്ടിൽ എന്താ പ്രശ്നം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ റൂം വൃത്തിയാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാൻ വേറെ നമ്മൾ ഈ റൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, നമ്മൾ 4 പേരും. പക്ഷേ ഈ കുഞ്ഞിനെ മാത്രം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിയനെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒരു കൊതുകടിയൊക്കെ വരുന്നുള്ളൂ. നമുക്കും ഒന്നുമില്ല, എൻ്റെ മുഖത്തൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, കാലിലൊന്നുമില്ല. പക്ഷെ കുഞ്ഞിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു സാധനം എവിടെയെങ്കിലും ഒരു 3-4 ദിവസം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ തന്നെ അവിടെ പൂപ്പലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയൊക്കെയോ ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ചെതലുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ ആശുപത്രി കയറ്റി ഇറക്കി എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ മാക്സിമം
എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം നോക്കുക. അല്ലാതെ എനിക്കറിയത്തില്ല എന്താണ് പറയേണ്ടതെന്ന്. ഇനി കൊച്ചിനെ എന്താണ് കടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും അലർജി ആണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദേഹം മൊത്തം പസ് പോലെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഒരു സെക്കൻഡ്. അപ്പം ഞാൻ എന്തായാലും എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യാതെ മോളെ ഈ വീട്ടിൽ ഇങ്ങനെ വെച്ചേക്കാൻ കൊള്ളില്ല. ഞാൻ 2 ആഴ്ച നോക്കി. ഇനി കൊച്ചിനിങ്ങനെ വയ്യാതാവുന്ന എനിക്ക് പാടാണ്. അപ്പോൾ കൊച്ചിന് കൈ ഇരിക്കുന്ന നോക്ക്. നിങ്ങളുടെ വീട്ടിലെ കൊച്ചിന് കൈ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? ഇത് പുതിയത് വന്നതായിരുന്നു രാവിലെ ആ ചോപ്പ്. എനിക്കറിയത്തില്ല എന്താണ് കാര്യമെന്ന്. ഞാനിവിടെ കൊതുകുണ്ടോ എന്തുണ്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൊതുകൊന്നും ഇല്ല. രാത്രി മൊത്തം ഞാൻ ഇരുന്ന് നോക്കിയത്. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞൊന്ന് ഓക്കെ ആവുന്നവരെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ ബുക്കിങ്ങിനെ പോവുകയാണെങ്കിൽ ദേഹം മൊത്തം എന്തെങ്കിലും അസുഖം പോലെയൊക്കെ വരും. എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത്രയ്ക്കും കെയർ ചെയ്യുന്ന കുഞ്ഞാണ്. അപ്പോൾ അവൾക്കിങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ കിടത്തി നോക്കി, ഞാൻ ക്രിബിൽ കിടത്തി നോക്കി, ഞാൻ എല്ലായിടത്തും കിടത്തി നോക്കി. ഈ കൊച്ചിന് ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കാർക്കും വരുന്നില്ല. സോ നമ്മൾ വല്ല സ്ഥലം മാറി നിൽക്കുന്ന ഞാൻ അമ്മൂമ്മയുടെ അവിടെ കുറച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അമ്മൂമ്മയും പറയുന്നത് പോട്ട് അത് നല്ല ഡെസിഷനാണ്. പോട്ട് ഇവയ്ക്കിപ്പോൾ ഇച്ചിനെസ്സിന് ക്രീമും അല്ലാതെ ആൻറ്റിബയോട്ടിക്സ് പോലത്തെ ഒരു ക്രീമും ഡെയിലി അവൾ പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇങ്ങനെ ആ കൊച്ചിന് ഡെയിലി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാറുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ കൊച്ചു നോക്കിയാവുന്ന വരെ. ഇനി അടുത്ത കുറേ പേര് പറഞ്ഞു വരുമായിരിക്കും എൻ്റെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ് ഗൈസ്. നാട്ടിൽ അമ്മൂമ്മേനെ നോക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരെ കളഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എനിക്കെൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഡെയിലി കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്നത് എന്നെക്കൊണ്ട് കാണാൻ പറ്റില്ല. ഏതമ്മമാർക്കാണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ പറ്റുന്ന രീതിയിൽ അടുത്തുള്ള സ്ഥലം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും അതെനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ നെട്ടയത്തിൻ്റെ അടുത്താണ് സ്ഥലം. അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് ഫേണിഷ്ഡാണ് വേണ്ടത്. കാരണം നമുക്ക് കുറച്ച് നാൾ മാറിയിട്ട് ഇതെല്ലാം ഒന്ന് ഓക്കെ ആണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. മെയിനിൽ 3 ബെഡ്റൂം ഉണ്ട്. നമ്മൾ ഈ ഒരു ബെഡ്റൂം മാത്രമേ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ 1 ബെഡ്റൂം കിട്ടിയാലും കുഴപ്പമില്ല. കുഞ്ഞ് ഛർദ്ദിച്ച്. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ലിയൻ്റെ സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇതാണ്. 2 ദിവസം മാറി നിന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കണം. എന്തായാലും വീട്ടോടെ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ലവരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർക്ക് ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇത് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യമായിപ്പോയി. എനിക്കാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലല്ലോ. അതുമാത്രമല്ല ഇപ്പോൾ ഇവയ്ക്കിങ്ങനെ വന്നു. ഇനി ലിയാനൊന്നും വരാത്ത എൻ്റെ ഭാഗ്യം. എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് കോൾഡും കോഫും ഒക്കെ ഇച്ചിരി കൂടുതലാണ്. ബട്ട് എൻ്റെ കാര്യം പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം വളരെ കഷ്ടമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഈ കുഞ്ഞങ്ങനെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ നോക്കുന്നുണ്ട്. മൂവ് ചെയ്യാനുള്ള പരിപാടികൾ ചിലപ്പോൾ നോക്കേണ്ടി വരും. അടുത്ത് തന്നെ മൂവ് ചെയ്യുന്നത് എന്തൊരാവശ്യത്തിനും നമ്മളടുത്ത് കാണും. പക്ഷേ കൊച്ചിൻ്റെ ഹെൽത്താണ് ഫസ്റ്റ്. അവളുടെ ഹെൽത്ത് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ എനിക്ക്. അപ്പോൾ അവൾക്ക് 3.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ഇത്രയും ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ വിഷമം കാണും. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. വേറെ നമുക്ക് ഇപ്പോൾ ഒരുപാട് അമ്മൂമ്മയ്ക്ക് പോസിറ്റീവ് ഉള്ളത് അതൊക്കെ നമുക്ക് ഞാൻ സത്യം പറയില്ല, പണ്ട് തൊട്ടേ എല്ലാം ഉള്ളതാണ്. അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ ഒരു 10% കൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുഞ്ഞിനിങ്ങനെ ഇതാവുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇവളാണെങ്കിൽ അതും എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കും. ഇവിടെ ആരുടെ കയ്യിലും പോകുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണാം അവൾ എന്താ ഹാപ്പി ആയിട്ടുള്ള ഒരു ബേബി ആണെന്ന്. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും
ഒരു ഒരു ഹാർഡ് സിറ്റുവേഷൻ ആണ്. അത് മാത്രമല്ല ഇപ്പോൾ യോജിയുടെ അല്ല എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂയുടെ കാര്യങ്ങൾ പോയേക്കും. ഇപ്പോൾ നമ്മൾ വാടക വീടും മാറുകയാണെങ്കിൽ അത് മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ വീട്ടോടെ നിൽക്കാൻ ജോലിക്കാരുടെ ചിലവ് കാണും. ഒരു മാസമൊക്കെ നിൽക്കുമ്പോൾ ബിറ്റ്വീൻ 22,000 to 25,000 വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വാടക മാറുകയാണെങ്കിൽ അതിന് പൈസ. അപ്പോൾ ഇതെല്ലാം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണ്ടേ. ഇത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു എക്സ്പെൻസ് ആയിപ്പോയി. ബട്ട് വി വിൽ ഹാവ് ടു മൂവ്. ഇങ്ങനെ ഇത് കൊച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് ഇപ്പോഴത്തെ കാര്യം. അല്ലേടി പൊന്നെ, നിൻ്റെ ചേട്ടനിപ്പോൾ സ്കൂളിൽ നിന്ന് വരും. ചേട്ടനിപ്പോൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ ഞാൻ മോൻ സ്കൂളിൽ നിന്ന് വരും മുമ്പേ ചെയ്തതാണ്. എനിക്ക് അധികം ഒരുങ്ങാനുള്ള ഒരു സാഹചര്യം അല്ലാത്തത് ഞാൻ ഇരിപ്പിൽ അങ്ങ് വീഡിയോ എടുക്കുവാണ്. സോ ഇനിയിപ്പോൾ പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞും കുറേ പേര് വരും. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ. എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഇനി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ആ കൊച്ചിന് ഇത്രയും പ്രശ്നമാവുന്ന ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. സോ നമ്മൾ നോക്കണം, ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലം നോക്കണം. ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഗൈസ്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാവുന്നവരെ ബൈ.